രാവും പകലും മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും വെള്ളപൂശാൻ ഏതറ്റം വരെയും പോകുന്ന ഒരു മാധ്യമമുണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ടിവിയാണ്. മീറ്റ് ദി എഡിറ്റേഴ്സ് എന്ന് പറയുന്ന അവരുടെ പ്രത്യേക പരിപാടി തന്നെ CPM-ന്റെ നയപരിപാടികൾ അവതരിപ്പിക്കലാണ്. അതിനുവേണ്ടി അവർ കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയും ഏതറ്റം വരെയും പോകും. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എല്ലാ പുകിലുകളും അടങ്ങി ക്രൈംബ്രാഞ്ചിന് ബാംഗ്ലൂർ വരെ പോകേണ്ടി വന്നിട്ടും യാതൊരു തെളിവുകളും കിട്ടാതിരുന്ന സാഹചര്യത്തിൽ റിപ്പോർട്ടർ TV പറഞ്ഞത് മാങ്കൂട്ടം അവസാനിച്ചു, ഇനിയൊരു രാഷ്ട്രീയ തേരോട്ടമില്ല എന്നൊക്കെ. പക്ഷേ അവരുടെ മുന്നിലൂടെ തന്നെ മാങ്കൂട്ടം നെഞ്ചും വിരിച്ച് നടക്കുകയും അതവർക്ക് പകർത്തേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ടർ ചാനലുമായി കായിക മന്ത്രി കൈകൊടുക്കുകയും അത് കേരളത്തെ ആവേശം കൊള്ളിക്കുന്ന വമ്പൻ പരിപാടികളുടെ കാഹളം മുഴക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ഇന്നിപ്പോൾ എല്ലാം കൊണ്ടും പരാജയപ്പെട്ട തല മണ്ണിൽ പൂഴ്ത്തിവെക്കേണ്ടി വന്ന മുഖ്യനെ വീഴാൻ നേരത്ത് ഒരു തള്ളു എന്ന് പറയുന്നത് പോലെ ഒറ്റ തള്ളു വെച്ചു കൊടുക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ. വികസന കേരളത്തിന്റെ പ്രോഗ്രസ് കാർഡിൽ വട്ടപൂജ്യമായി നിൽക്കുമ്പോൾ മെസ്സിപ്പടയെ കേരളത്തിൽ കൊണ്ടുവന്ന് 10 വോട്ട് പെട്ടിയിലാക്കാനായിരുന്നു പ്ലാനെങ്കിൽ ഇനിയത് നടക്കില്ല എന്ന അവസാന റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ തലക്കടി കിട്ടുന്നത് 3-ാം ഊഴം കാത്തുകിടക്കുന്ന മുഖ്യമന്ത്രിക്കാണ്. എന്തായാലും ആ വീഡിയോ രംഗങ്ങളൊന്ന് കാണാം. മെസ്സി ഇത്തവണ വന്നില്ലെങ്കിൽ അടുത്തതിൽ വരണ്ട എന്ന് നേരത്തെ പറഞ്ഞു, നിങ്ങൾ അത് മാറ്റി പറയുന്നു. നിങ്ങളത് മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അല്ല, നിങ്ങൾക്ക് അതിനകത്ത് ഒരു യോഗ്യതയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഈ ഒരു മിനിറ്റ് പറയുന്നതിന് മുന്നേ തുടങ്ങുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ തുടങ്ങല്ലേ? ഞാൻ എന്താ പറയുന്നത്? എന്താ പറയണ്ടേ? അല്ല, യോഗ്യതയല്ല ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടറിയോ? ഒരു ഇന്ത്യ പറയുന്ന രാജ്യത്ത് ഇതുവരെ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടില്ല. ആ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. അത് എത്രയും പെട്ടെന്ന്. അതെ, നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെ ഉണ്ട്. കാരണം എന്തുകൊണ്ടാണ്? സ്ട്രെങ്തനിങ്. നമ്മൾ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. ഇത് 25 വർഷം പഴക്കമുള്ള സ്റ്റേഡിയമാണ്. പുതിയ റാങ്കിങ്ങിലേക്ക് ഉയർത്തണമെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തനിങ് നടത്തണം. നമ്മുടെ ഫെഡ്ലൈറ്റ്സ് എത്രയാ? ഫുൾ ലെവലിലേക്ക് ഉയർത്തണം. കാരണം എത്രയാ? 10-12 കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ട് ഫെഡ്ലൈറ്റ്സ് ഉയർത്താൻ വേണ്ടി. കാരണം ഫിഫയ്ക്ക് അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയിലേക്ക് ഉയർത്തണം. അടുത്തെന്ന് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നമ്പർ ഇടാൻ പറ്റണം. എത്ര നമ്പർ ഉണ്ട് സീറ്റിംഗിൽ? നമുക്ക് തോന്നുന്ന പോലെ ആളെ കയറ്റാൻ കഴിയില്ല. എത്ര നമ്പറുള്ള സീറ്റിംഗ് ആയിരിക്കണം? അതൊക്കെ ഇവാക്യുവേഷൻ പ്ലാൻ, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഫയർ, അതുപോലെ തന്നെ എല്ലാ പാർക്കിങ്, കോമ്പൗണ്ട് വാൾ, 3 ലെയർ സെക്യൂരിറ്റി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാവുള്ളൂ. ആ സ്റ്റേഡിയം ഉണ്ടാക്കണം. എനിക്കിപ്പോ കരാർ തന്നിരിക്കുന്നത് എങ്ങനെയാന്ന് പറയാം. എന്നെ സ്റ്റേഡിയം ഏൽപ്പിച്ചത് ഫിഫ വിൻഡോയിൽ നവംബറിലെ മാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. GCD അല്ല, SKF ആണ്, കേരള സ്പോർട്സ് കൗൺസിൽ. GCDയെ SKFന് ഹാൻഡ് ഓവർ ചെയ്തൊരു സ്റ്റേഡിയം. SKF ആണ് നമുക്ക് ഈ മാച്ച് നടത്താനുള്ള പെർമിഷൻ തന്നിരിക്കുന്നത്. SKF ആണ് ഈ മാച്ച് കണ്ടക്ട് ചെയ്യാൻ ഏജൻസി. ആ ഏജൻസിയാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ തന്നെയാണ്. അതെ. ഇതൊക്കെ ഇത് നമുക്ക് അറിയാം. പക്ഷേ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കളി 10-17 നടക്കുന്നവരെല്ലാം ഉറപ്പിച്ചാണ്. അപ്പൊ പ്രാക്ടിക്കലി നടക്കില്ല എന്ന് ബോധപ്പെട്ട ഒരു കാര്യം വീണ്ടും ആളുകളെയും മാധ്യമങ്ങളെയും ആണെങ്കിലും വീണ്ടും ഇന്ന ദിവസം നടക്കും. അതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ധാരണയില്ല എന്ന് പറയട്ടെ? തിരക്കൂട്ട്. നിങ്ങൾക്ക് ധാരണയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂടാവുന്നതിനാ? ധാരണയില്ല അതന്നെ. കാരണം അല്ല, അതാണ് പറയുന്നത്. നിങ്ങൾക്ക് അല്ല, ഒരു മിനിറ്റ്. തീയതി തീരുമാനിക്കുന്ന അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? ഫിഫ വിൻഡോയിലുള്ള സ്റ്റേഡിയത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ടയർ 1 ഫോം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എഴുതി കൊടുത്തതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കും ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആ കാര്യം പൂർത്തീകരിച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയ്ക്കുള്ളിൽ കിട്ടിയേനെ 1-2 ദിവസത്തെ താമസമേ ഉള്ളൂ. പക്ഷേ 20 ദിവസത്തിനുള്ളിൽ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ 2 AFCന്റെ ഒരു മീറ്റിങ്ങും ഫുട്ബോൾ ഫെഡറേഷൻ്റെ അമേരിക്കയിൽ 2 മീറ്റിംഗും പോയി. അത് 3 മീറ്റിംഗ് ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചിട്ടില്ല. അതിൽ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുത്ത ആളാണ്. ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചില്ല. ഒരു മിനിറ്റ്. ആ ഫിഫയ്ക്ക് അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൽ പാസ്സായി കിട്ടിയേനെ.
ഞാൻ അടുത്ത ആഴ്ച ഈ സ്റ്റേഡിയത്തിന് അപ്രൂവൽ കിട്ടും എന്ന് പറയുന്ന ആളാണ്. ഈ വർക്ക് തീർത്തി അടുത്ത ആഴ്ച കിട്ടും. അതുകൊണ്ട് വന്ന ഡിലേ ആണ്, അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഫിഫ വിൻഡോ നമുക്ക് അനുവദിച്ച് തന്നത്. ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അപ്രൂവൽ തരാം എന്ന് ധാരണയുള്ളതുകൊണ്ടാണ് അവർ അനുവദിച്ച് തന്നത്. അതുകൊണ്ടാണ് അത് അപ്രൂവൽ കിട്ടാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയാൻ കാരണം, ഈ ഫിഫ സാധാരണ ഫിഫയ്ക്ക് ഒരു വിൻഡോ അനൗൺസ് ചെയ്യില്ല. ഒരു കളിക്കാർക്ക് ഏത് സ്റ്റേഡിയം ഇല്ലാതെ അനൗൺസ് ചെയ്യില്ല. പക്ഷെ നമ്മൾ കൊടുത്ത രേഖകളെല്ലാം അതിന് പ്രാപ്തമായതുകൊണ്ട് മാത്രമാണ് ഫിഫ നമുക്ക് വിൻഡോ അനുവദിച്ചത്. ആ വിൻഡോ നവംബറിൽ അനുവദിച്ചു. ആ വിൻഡോ എന്ത് ചെയ്തു? നവംബറിൽ ഈ കാര്യങ്ങൾക്കുണ്ട്. ഏത് രണ്ട് കാര്യങ്ങൾ? ഒന്ന് ട്രാവൽ പ്ലാന്റെ കാര്യത്തിനകത്ത്, ഒന്ന് ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിനകത്ത്. ഈ രണ്ട് കാര്യത്തിന്റെ അകത്തുള്ള അനുമതി അടുത്ത ആഴ്ച കിട്ടും. കിട്ടി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള വിൻഡോയിൽ കളിക്കാൻ പറ്റും. അത്രയും കാര്യമുള്ളൂ. നിങ്ങൾ തന്നെ ഈ മെസ്സി ഇത്തവണ വന്നില്ലെങ്കിൽ അടുത്തതിൽ വരണ്ട എന്ന് നേരത്തെ പറഞ്ഞു. നിങ്ങൾ അത് മാറ്റി പറയുന്നു. നിങ്ങളത് മാധ്യമങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതുകൊണ്ടാണ് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അല്ല, നിങ്ങൾക്ക് അതിനകത്ത് ഒരു യോഗ്യതയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഈ ഒരു മിനിറ്റ് പറയുന്നതിന് മുന്നേ തുടങ്ങുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ തുടങ്ങല്ലേ? ഞാൻ എന്താ പറയുന്നത്? എന്താ പറയണ്ടേ? അല്ല, യോഗ്യതയല്ല ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടറിയോ? ഒരു ഇന്ത്യ പറയുന്ന രാജ്യത്ത് ഇതുവരെ ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിച്ചിട്ടില്ല. ആ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്.